നമ്മുടെയൊക്കെ ചില തൊഴിലാളി സുഹൃത്തുക്കൾ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ അവർക്ക് ചിലപ്പോൾ കണ്ണൊന്ന് പെട്ടെന്ന് മങ്ങിപ്പോവുക, അല്ലെങ്കിൽ കൈ പെട്ടെന്ന് ഒരു പാരലൈസ്ഡ് പോലെ തോന്നിക്കുക, എന്നാൽ പെട്ടെന്ന് ശരിയാവുകയും ചെയ്യും. ചിലപ്പോൾ നടക്കുന്നതിനിടയിൽ ഒരു ബാലൻസിങ് കുറവുണ്ടാവുക, ചിലപ്പോൾ വീണ് പോവുക, പക്ഷേ പിന്നീട് അത് എണീറ്റിട്ട് ശരിയാവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഇത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചില തൊഴിലാളികളുടെ അടുത്താണ്. അപ്പോൾ സാറ് അതിനെക്കുറിച്ച് എന്താ പറയുക? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. സാധാരണ നമ്മളിങ്ങനെ വരുന്നത് ഈ ബി-ഫാസ്റ്റ് ലക്ഷണം ഏതെങ്കിലും കുറച്ചു നേരത്തേക്ക് വന്ന് പോവുക, അതൊരു മിനി സ്ട്രോക്ക് ആണ്. ഓക്കെ, അതിനെ പറയുന്നതാണ് ട്രാൻഷ്യന്റ് ഇസ്കീമിക് അറ്റാക്ക്, TIA എന്നാണ് ഞങ്ങളുടെ ടേംസിൽ തന്നെ പറയുക. ഓക്കെ, അതിലിപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഷുഗർ പ്രഷറൊക്കെ ഉള്ള ആളാണെങ്കിൽ എന്തായാലും ഇത് സ്കാൻ എടുത്ത് നോക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഷ്യൻ്റ് ഇതേപോലെ ഒരു 69 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹത്തിന് ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നേരത്തേക്ക് ഒരു ബലക്കുറവ് വന്നു. അപ്പോൾ തന്നെ ഇമ്പ്രൂവ് ചെയ്തു. പുള്ളി ഇത് നോക്കാനായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ നമ്മൾ ആൻജിയോഗ്രാം എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ കഴുത്തിലെ മെയിൻ കുഴലാണ്. ഇത് തലയ്ക്കകത്തോട്ട് പോകേണ്ട കുഴലും ഇത് മുഖത്തോട്ട് പോകുന്ന കുഴലും. കെരോട്ടിഡ് രക്തധമനിയാണ് മെയിൻ കുഴൽ, നമ്മൾ കണ്ടനാടി എന്നൊക്കെ പറയുന്ന മെയിൻ കുഴൽ. ഇതിന്റെ വലിപ്പം കണ്ടോ? ഇത് ഏകദേശം ഒരു 7 മില്ലിമീറ്റർ ഉണ്ട് ഇവിടെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വലിപ്പം. മനസ്സിലാവും. ഇവിടെയും അത്രയുണ്ട്. ഇതിന്റെ ഇടയ്ക്കൊരു ഭാഗം കണ്ടോ? ഒരു ഏകദേശം ഒരു 90% അടവാണ് ഈ കാണുന്ന അടവ്. അതെ, വളരെ ക്രിട്ടിക്കലാണ്. അപ്പം ഈ TIA ഉള്ളവർക്ക് നെക്സ്റ്റ് ഒരു 24 to 48 hours ഒരു മാസീവ് സ്ട്രോക്ക് വരാം. അതിന്റെ മുന്നേ ദൈവം കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന്. അതിനൊരു വാർണിംഗ് സിഗ്നലാണ്. ഒരു മിനി സ്ട്രോക്കാണ്, സ്ട്രോക്കിന്റെ ഒരു മിനി ഫോം. ഇപ്പോൾ TIAയിൽ ഇതുപോലെ നമ്മൾ കണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു മാസീവ് സ്ട്രോക്ക് തടയാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ പേഷ്യൻ്റ് ഇതേപോലെ നമ്മൾ ആദ്യം അവർ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളികയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 2 weeks കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനെ കെരോട്ടിഡ് സ്റ്റെൻഡിങ്ങിനായിട്ട് പ്ലാൻ ചെയ്തു. കെരോട്ടിഡ് സ്റ്റെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഒരു സ്റ്റെൻഡ് ഇടുകയാണ്. അപ്പം ഈ ബ്ലോക്ക് കണ്ടോ? ഇത് നമ്മൾ സ്റ്റെൻഡ് ചെയ്യുന്നതിന് മുന്നെയാണ്. പിന്നെ നമ്മളൊരു സ്റ്റെൻഡ് അവിടെ ഇട്ട് ഇതൊരു പഴയ ഒരു നോർമൽ അവസ്ഥയിൽ എത്തിയതാണ്. ഏകദേശം ഒരു 90% പൂർത്തിയായി. അതെ, ഇത് കണ്ടോ? ഇങ്ങനെ അടവുള്ളത് ഇങ്ങനെയാക്കി. അപ്പം ഈ അദ്ദേഹത്തിന് TIA വന്നുകൊണ്ട് ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിച്ച സ്ട്രോക്ക് വരാതെ തടയാൻ സാധിച്ചു.